ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസപ്ഷന് ഇടാനുള്ള കുർത്തയുടെ മെഷർമെൻ്റ് എടുക്കണ്ടേ, നീ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോവാണ്. കുർത്തയോ? അതൊന്നും ശരിയാവില്ല, നീ സ്യൂട്ടും കോട്ടും ഇട്ട് നിന്ന് മസിൽ പിടിച്ച് നിൽക്കേണ്ടി വരും കുഞ്ഞാ, അതിനേക്കാൾ നല്ലത് കുർത്തയാണെന്ന് പറയാം കേട്ടോ അഞ്ജലി. അപ്പൊ ശ്യാം പറയുന്നുണ്ട്, അഞ്ജലിയുടെ അഭിപ്രായത്തോട് ഞാനും പിന്താങ്ങുന്നു. അളിയൻ എപ്പോഴും കോട്ടിൻ്റെ അകത്തല്ലേ, ഇതൊന്ന് വെറൈറ്റി ആക്കി പിടിക്കാമെന്നേ, നമുക്കൊരു ഇടിവെട്ട് കുർത്തി അങ്ങ് തയ്പ്പിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഇടിവെട്ട് കളറൊന്നും ഇല്ലെങ്കിലും ബ്രൈറ്റ് കളേഴ്സ് ഇവന് നന്നായിട്ട് ഇണങ്ങും. എന്താ കുഞ്ഞാ, നിനക്ക് വല്ല തീരുമാനമുണ്ടോ? എനിക്കൊരു തീരുമാനമില്ല ചേച്ചി, എല്ലാം ചേച്ചിക്ക് വിട്ട് തന്നിരിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് മാത്രമേ ഞാൻ ഇടൂ എന്ന് പറയുമ്പോൾ, ഈ ചെക്കനെ കൊണ്ട് എനിക്ക് വയ്യ, എന്തായാലും ഞാൻ 2-3 ജോഡി കരുതി വെച്ചേക്കാം, അതേ നടക്കൂ. അല്ല ശ്യാമേട്ടൻ ഇതെങ്ങോട്ടാ? നീ ഏതായാലും എൻ്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഏതായാലും ചില്ലറ ജോലിയുണ്ട്, അതങ്ങ് ചെയ്തു വെച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചിലപ്പോഴേ വരത്തുള്ളൂ, 1-2 ആൾക്കാരെ കാണാനുണ്ട്, എങ്കിൽ ഞാൻ ഇറങ്ങിയാണേ എന്ന് പറഞ്ഞിട്ട് ശ്യാം അങ്ങ് പോവാട്ടോ. തുടർന്ന് ശ്രുതി എൻഗേജ്മെൻറ്റിന് വേണ്ടുന്ന സ്വീറ്റ്സിൻ്റെ ഓർഡർ ഒരാൾക്ക് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അയാൾ എന്തോന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നതെന്ന് ചോദിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, ആൾക്കാർക്ക് ഇത് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്യാം അങ്ങോട്ട് കയറി വരികയാണ്. എന്താ ശ്രുതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല സർ. അല്ല, ആളാകെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എനിക്കൊരു പ്രശ്നമില്ല, അല്ലേലും അവിടുത്തെ എൻഗേജ്മെൻറ്റിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ശ്രുതിയാണല്ലോ, അപ്പോൾ ദേഷ്യം കൂടാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാനാണ് അവിടുത്തെ മേൽനോട്ടം വഹിക്കുന്നതെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? അത് പിന്നെ എനിക്ക് നിൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നി, അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചേ. ഞാനാണ് അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് സാറിനോട് ആരാ പറഞ്ഞേ എന്ന് വീണ്ടും ചോദിക്കാട്ടോ ശ്രുതി. അയ്യോ, എന്നോടാരും പറഞ്ഞില്ല. ശ്രുതി വീണ്ടും ജോലിക്ക് പോയപ്പോൾ ശ്രുതിയുടെ തലയിൽ കുറച്ചുകൂടി ചുമതലകൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ശ്രുതി അവിടെ പോകുന്നതൊക്കെ കൊള്ളാം, അവിടുത്തെ കാര്യത്തെ കൂടുതൽ ചുമതലകളൊന്നും ഏറ്റെടുക്കണ്ട, അതാവും നല്ലത്. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ ജോലിക്ക് പോവില്ലല്ലോ, അതുകൊണ്ട് അവിടുത്തെ ചുമതലകൾ കുറച്ച് കൊണ്ടുവരികയായിരിക്കും നന്നാവുക. ശ്രുതിക്ക് ഇവിടെ അമ്മയെയും അമ്മായിയെയും ഒക്കെ സഹായിച്ച് നിൽക്കാമല്ലോ, ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രുതിക്ക് അമ്മയെയും അമ്മായിയെയും ഒക്കെ സഹായിച്ച് നിൽക്കാമല്ലോ. എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഓർക്കുകയാണേ. എന്താ ഓർക്കുന്നത്? അത് പിന്നെ സർ, ഞാൻ ഇന്ന് അഞ്ജലി മാഡത്തിൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ സാറിനെ പോലത്തെ ഒരാളുടെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്യാമ നിന്ന് പരുങ്ങ കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ സർ? എൻ്റെ പോലത്തെ ശബ്ദം, അതും ഫോണിലൂടെ? ഞാൻ ഇന്ന് പോയ സ്ഥലത്താണെങ്കിൽ തീരെ റേഞ്ചില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതിന് സാറിൻ്റെ ശബ്ദമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, സാറിനെ പോലെ ഒരാളുടെ ശബ്ദം എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് ശരി. അല്ല, ഞാൻ ഓർക്കായിരുന്നു ഞാൻ ഇന്ന് പോയ സ്ഥലത്തെ റേഞ്ചില്ല എന്ന കാര്യം, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് കുറച്ച് ധൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടുന്ന് സ്കൂട്ടാവാണ് കേട്ടോ. തുടർന്ന് ആകാശ് അവിടെ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനോരമ ഒരു ഫോട്ടോ കൊണ്ടുവരികയാണ് കേട്ടോ. ദിസ് ഈസ് എ റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ. അവളുടെ ഐസ് കണ്ടാ നീ, എന്ത് ബ്രൈറ്റാ, പോരാത്തതിന് മുടിയാണെങ്കിൽ പനങ്കുല പോലെ കിടക്കുക. അവളെ ദുൽഖർ സൽമാൻ്റെ പടത്തിലേക്ക് നായികയായിട്ട് മാറി വിളിച്ചതാ, പക്ഷെ അവൾ പോയില്ല. അത്രയ്ക്ക് അടക്കോ ഒതുക്കോ ഉള്ള പെണ്ണാ. നമുക്ക് നാളെ തന്നെ പോയി കാണാം ബേബി എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഞാനെങ്ങുമില്ല, അമ്മ തന്നെ പോയി കാണ്, എന്നിട്ട് അവൾക്ക് പറ്റിയ ചെറുക്കനെയും തപ്പി പിടിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടുന്ന് എണീറ്റ് പോവാട്ടോ. അപ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആകാശിന് ഇത് എന്താ പറ്റിയ ആൻറ്റി? എനിക്കും അതാ മനസ്സിലാവാത്ത മോളെ, അവൻ ഏത് കൊച്ചിനെ കാണിച്ചു കൊടുത്താലും അത് പറ്റില്ല എന്നാ പറയുന്നത്. വിഷമിക്കേണ്ട ആൻറ്റി, അവന് പറ്റിയ കൊച്ചിനെ അവൻ തന്നെ കണ്ടുപിടിച്ചോളൂ എന്ന് പറയുമ്പോൾ, അതൊക്കെ ഏത് തരക്കാരിയാണെന്ന് ആർക്കറിയാം? റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലാത്ത കുട്ടിയെ ഞാനേ വീട്ടിൽ കയറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പൂതി അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ വാട്ടർ അങ്ങ് വാങ്ങി വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടുന്ന് എണീറ്റ് പോവാട്ടോ. എന്നിട്ട് അഞ്ജലി നേരെ പോകുന്നത് ആകാശിൻ്റെ അടുത്തേക്കാണ്. ഇവിടുന്ന് കുഞ്ഞൻ്റെ എൻഗേജ്മെന്റ് കാർഡ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കേട്ടോ അവര്. അതിനുശേഷം ആകാശിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ അവളോട് എൻ്റെ മനസ്സിലെ ഇഷ്ടം പറഞ്ഞിട്ടില്ലേ? അതാ കുട്ടിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ, അതായത് നീ പറഞ്ഞിട്ടില്ലെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു ചേച്ചി, ഞാനൊന്ന് സൂചിപ്പിച്ചു പ്രീതിയോട്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളൊന്നും പറഞ്ഞില്ല ചേച്ചി. അതെന്താ അവളൊന്നും പറയാതെ പോയത്? ഇല്ല ചേച്ചി, അവളൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ നിന്നെ ഇഷ്ടമായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിന്റെ ബന്ധത്തോട് താല്പര്യം ഇല്ലായിട്ടായിരിക്കും,
അങ്ങനെ താല്പര്യം ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എന്തായാലും ആകാശേ, ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റിന് മുൻപേ നീ ആ കുട്ടിയുടെ തീരുമാനം അറിഞ്ഞിരിക്കണം എന്ന് പറയണേ. അല്ലാതെ ഇവിടെ ഗസ് വർക്കിനൊന്നും സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോവാട്ടോ. തുടർന്ന് നമ്മുടെ ശ്രുതി ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പ്രീതി അങ്ങോട്ട് ചെന്നിട്ട്, എന്താ ശ്രുതി, നിന്റെ മുഖം എന്താ വല്ലാത്ത പോലെ എന്ന് ചോദിക്കുമ്പോൾ, അല്ലേച്ചി, എന്തോ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല, ഓരോരോ സംശയങ്ങൾ എൻ്റെ മനസ്സിനെ കീഴ്മേൽ മറിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രമീള അങ്ങോട്ടേക്ക് ചെന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, അത് അങ്ങനെയാ മോളെ, കല്യാണം ഉറപ്പിച്ച ഓരോ പെൺകുട്ടിയും ഇങ്ങനെ ചില ആദികളൊക്കെ ഉണ്ടാവും എന്ന് പറയണേ. കല്യാണത്തെക്കുറിച്ചുള്ള ആദ്യമൊന്നുമല്ല അമ്മേ, അല്ലാതെ തന്നെ എൻ്റെ മനസ്സിനെ എന്തൊക്കെയോ കാര്യങ്ങൾ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രമീള പറയുന്നുണ്ട്, അത് നീ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേ നിന്റെ ഈ ആദ്യമൊക്കെ മാറുള്ളൂ ശ്രുതി എന്ന് പറയാൻ കേട്ടോ. ഞാൻ പറയുന്നത് വേറൊന്ന്, അമ്മ പറയുന്നത് മറ്റൊന്ന്. എനിക്ക് എങ്ങനെയാ നിങ്ങളെയൊക്കെ